ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4-ാം ദിവസം യുദ്ധത്തിൽ എന്ത് നടന്നു എന്നുവരെ നമ്മൾ പഠിച്ചു. 3-ഉം 4-ഉം ദിവസം നടന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഇനി 5-ാമത്തെ ദിവസം എന്ത് നടക്കുന്നു, അതിനു മുമ്പായിട്ട് ഈ 4-ാം ദിവസം വരെ നടന്ന യുദ്ധത്തിൻ്റെ അതിനെക്കുറിച്ച് ധൃതരാഷ്ട്രർ എന്താണ് ചിന്തിക്കുന്നത്, ധൃതരാഷ്ട്രയുടെ ഒരു മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് ഇന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. പാണ്ഡവ ശിബിരത്തിലും കൗരവ ശിബിരത്തിലും എന്തൊക്കെ നടക്കുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സർവനരനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം സ്യാം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഗതാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്തസരസ്വതീതി നാമിനേ. ശ്രീഭാഷമാനവീ ദേവീ ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനീ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതാപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമിസ്ഥം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുരദോ ഭംഗോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബുജോ രാധാമദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാരവേ സേവ്യമാനോ സ്മരാമി. ശ്രീമന്നാസരസാരംഭി വംശീവരത്തടസ്ഥിത കർഷൻ വേണുസ്വനൈർഗോപീർഗോപീനാഥശ്രീസ്തുനാ. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. നാലാം ദിവസം യുദ്ധം കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ഒരുപാട് വിലപിക്കുകയാണ്. കാരണം ധൃതരാഷ്ട്രയുടെ 14 മക്കളാണ് മരിച്ചിരിക്കുന്നത്. ധൃതരാഷ്ട്രർ പറയുകയാണ്, സഞ്ജയ, എനിക്ക് ഒരുപാട് ഭയം തോന്നുന്നു. ഭീമൻ്റെ ദേവന്മാർക്ക് തത്തുല്യമായിട്ടുള്ള ഈ സാഹസികത കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഭയം തോന്നുന്നു. അതുകൂടാതെ വളരെ നിസ്സഹായരായിട്ട് എൻ്റെ മക്കൾ ഭീമൻ്റെ മുമ്പിൽ പെടയുന്നത് കാണുമ്പോഴും എനിക്ക് വിഷമം തോന്നുന്നു. എനിക്ക് ഒരുപാട് വ്യാകുലപ്പെടുകയാണ് ഞാൻ. ഈ യുദ്ധത്തിൻ്റെ പരിണാമം എന്തായിരിക്കും? ഈ യുദ്ധം എവിടെയായിരിക്കും കൊണ്ട് അവസാനിക്കുന്നത്? ഇപ്പോൾ വിദുരർ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വരികയാണ്. വിധി തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നു. എന്തായാലും അവർ പറഞ്ഞതെല്ലാം സത്യമാകാൻ പോകുന്നു എന്നെനിക്ക് തോന്നുന്നു. പാണ്ഡവർ വിജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭീഷ്മർ നമ്മുടെ സൈനികരെ നയിക്കുന്നുണ്ടെങ്കിലും ദ്രോണരുണ്ടെങ്കിൽ പോലും അവർ അജയരായിട്ട് തന്നെ തുടരുകയാണ്. അവർ എന്ത് തപസ്യായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാകുക? എന്ത് അതീന്ദ്രിയ ജ്ഞാനമായിരിക്കും അവർ കരസ്ഥമാക്കിയിരിക്കുന്നത്? അവർക്ക് എന്ത് വരദാനമാണ് ലഭിച്ചിരിക്കുന്നത്? എൻ്റെ മക്കളുടെ കാര്യം തീർച്ചയായിട്ടും വലിയൊരു ആപത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വിധി എന്നെയും എൻ്റെ മക്കളെയും ചതച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ജയ, പറയൂ, എൻ്റെ മക്കൾ എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ മുമ്പിൽ മരിക്കുന്നത്? അതേസമയത്ത് പാണ്ഡവർ എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നു? ഈ ഒരു ദുഃഖസമുദ്രത്തിന് ഒരു അന്ത്യം ഞാൻ കാണാൻ കഴിയുന്നില്ല. ഒരു സമുദ്രത്തിൽ പെട്ടുപോയ മനുഷ്യൻ എങ്ങനെയാണോ സമുദ്രത്തെ മറികടന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അതേപോലെ ഞാൻ ഈ ദുഃഖസമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയമില്ല, ഭീമൻ എൻ്റെ എല്ലാ മക്കളെയും തീർച്ചയായിട്ടും വധിക്കും. സഞ്ജയ, എന്നോട് പറയൂ, ദുര്യോധനും ബാക്കിയുള്ള സേനാനായകന്മാരും യുദ്ധത്തിന് ശേഷം അവരെന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാണ്ഡവരെന്തായാലും 4ാമത്തെ ദിവസം വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് അടുത്ത എന്ത് നടപടിയാണ് കൗരവപക്ഷം എടുക്കാൻ പോകുന്നതെന്ന് എന്നോട് പറയൂ എന്ന് പറഞ്ഞു. സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ പാദത്തിരിക്കുകയായിരുന്നു, കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങി സഞ്ജയൻ. യുദ്ധക്കളത്തിൽ 2 ശിബിരത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സഞ്ജയനെ കാണാൻ പറ്റുമായിരുന്നു. ദുര്യോധൻ്റെ ശിബിരത്തിൽ നടക്കുന്ന കാര്യം സഞ്ജയൻ പറയുകയാണ്, രാജാവേ, ഞാൻ പറയുന്ന അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കൂ. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അങ്ങ് വിജയത്തെക്കുറിച്ച് ഇപ്പോഴും എന്തുകൊണ്ട് പ്രതീക്ഷ വയ്ക്കുന്നു? എത്രയോ പ്രാവശ്യം പാണ്ഡവരുടെ സ്ഥാനത്തെക്കുറിച്ച് അങ്ങയോട് പറഞ്ഞു നൽകിയതല്ലേ? ആ വീരയോദ്ധാക്കൾ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ്. അങ്ങയുടെ മക്കൾ ക്രൂരന്മാരും നീചന്മാരും ചതിയന്മാരുമാണ്. അവർ എത്രയോ പ്രാവശ്യം പാണ്ഡവരെ വധിക്കാനും ചതിക്കാനും നോക്കിയിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സഞ്ജയൻ വീണ്ടും യുദ്ധകളത്തിൽ നടക്കുന്ന കാര്യം വർണ്ണിക്കാൻ തുടങ്ങും. എന്നാൽ ഇത് നമുക്ക് എല്ലാവർക്കും വലിയൊരു പാഠമാണ്. കാരണം ഭഗവാൻ ഭീഷ്മർ ഇത്രയും ധർമ്മിഷ്ഠനായിട്ടും ഭീഷ്മർ വിധിപ്രകാരം കൗരവപക്ഷത്ത് തന്നെ നിൽക്കാനുള്ള പ്രധാന കാരണം അത് ഭഗവാന്റെ ഒരു തീരുമാനം കൂടെയാണ്. കാരണം നമുക്ക് താൽക്കാലിക വിജയത്തിന് വേണ്ടി നമ്മൾ അധർമ്മം ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാഭാരതം. കൗരവപക്ഷം നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തരായിരുന്നു. ഭീഷ്മർ ഒറ്റയ്ക്ക് മതി ഇരുപക്ഷത്തെയും മൊത്തത്തിൽ തീർക്കാനായിട്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് പാണ്ഡവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ ദുര്യോധന വരെ വിചാരിച്ചു പോയി
അതായത് ഭീഷ്മർ മനഃപൂർവ്വം പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി എന്തോ ചെയ്യുകയാണെന്ന്. പക്ഷേ ഉള്ളിലൊരു ഭീഷ്മരുടെ ഉള്ളിൽ ഒരു ദയാ കാരുണ്യമൊക്കെ പാണ്ഡവരോടുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ ഒട്ടും വകവയ്ക്കാതെയാണ് ഭീഷ്മർ യുദ്ധം ചെയ്യുന്നത്. അന്നേരം പുറമേ നോക്കുമ്പോൾ ഭഗവാൻ ഒന്നിലും ഇടപെടുന്നില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഭഗവാന്റെ ആ ഒരു തീരുമാനം തന്നെയാണ് അവിടെ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തും പ്രത്യേകിച്ച് കലിയുഗത്തിൽ കൂടുതൽ പേരും ഈശ്വരനിൽ അധികം വിശ്വസിക്കുന്നില്ല, ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും. പക്ഷേ മാനുഷിക മൂല്യങ്ങൾക്കോ ധാർമ്മിക മൂല്യങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാറില്ല. ഭക്തിയിൽ ജീവിക്കണമെന്നൊന്നും അതിനെയൊന്നും അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുന്നില്ല. അവരവരുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരവസ്ഥയിലാണ് പോകുന്നത്. ആര് കാണുന്നു, ആരും കാണുന്നില്ല, എന്തും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. മനുഷ്യർ കാണാതിരുന്നാൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും നിയന്ത്രിക്കുന്ന ആ ഭഗവാൻ എപ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ മറന്നുപോയാലും ഭഗവാൻ മറക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് ധൃതരാഷ്ട്രം ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. കാരണം ഭീഷ്മരെ പോലെ ഇത്രയും ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവ് ഉണ്ടായിട്ടും ദ്രോണരുണ്ട്, കൃപാചാര്യനുണ്ട്, ഇവർ 3 പേരും മാത്രം മതി, ഇവരിൽ ഒരാൾ മാത്രം മതി യുദ്ധം തീർക്കാനായിട്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടത് തീരുന്നില്ല എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് യുദ്ധത്തിലേക്ക് കടക്കാം. 4-ാം ദിവസം കഴിഞ്ഞപ്പോൾ ദുര്യോധൻ ശിബിരത്തിലേക്ക് എത്തുകയാണ്. ഒരുപാട് വിഷമത്തിലാണ് ദുര്യോധൻ വന്നിരിക്കുന്നത്. കാരണം 10,000-കണക്കിന് യോദ്ധാക്കളാണ് ഇന്ന് യുദ്ധകളത്തിൽ കൗരവപക്ഷത്ത് നിന്ന് മരിച്ചിരിക്കുന്നത്. ഭീമൻ ഒറ്റയ്ക്ക് തന്നെ 14 സഹോദരങ്ങളെയാണ്, അതായത് സ്വന്തം സഹോദരങ്ങളെ, 100 സഹോദരങ്ങളുണ്ട് ദുര്യോധന്, അതിലെ 14 പേരെ ഭീമൻ ഒറ്റയ്ക്ക് കൊന്നിരിക്കുന്നു. അത് കാരണം ദുര്യോധൻ നല്ല വിഷമത്തിലായിരുന്നു, ഒരുപാട് പരിഭ്രമത്തിലായിരുന്നു, ആകെ നിരാശനായിരിക്കുകയായിരുന്നു. തലയൊക്കെ കുനിച്ച് ബാക്കിയുള്ള യോദ്ധാക്കളുടെ ഇടയിൽ ദുര്യോധൻ വരികയാണ്. എന്നിട്ട് ഭീഷ്മരെ നോക്കിയിട്ട് വളരെ ദുഃഖത്തോടു കൂടി പറയുകയാണ്, പിതാമഹ, നമ്മുടെ പക്ഷത്ത് അങ്ങുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ദുര്യോധൻ പറയാം. നമ്മുടെ പക്ഷത്ത് അങ്ങുണ്ട്, ദ്രോണാചാര്യനുണ്ട്, ശല്യനുണ്ട്, കൃപാചാര്യനുണ്ട്, കൃതവർമ്മയുണ്ട്, അശ്വത്ഥാമയുണ്ട്. ഇവരെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം ശക്തരായിട്ടുള്ള യോദ്ധാക്കളാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവൻ വരെ എനിക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇനി സൈന്യബലം നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈന്യം പാണ്ഡവരെക്കാട്ടിയും കൂടുതലാണ്, ഇരട്ടി സൈന്യം ഉണ്ടെന്ന് നമുക്ക് തന്നെ പറയാം. പക്ഷെ എന്നിട്ടും ഈ സാഹചര്യത്തിലും എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് എന്തുകൊണ്ടാണ് പരാജയം അനുഭവപ്പെടുന്നത്, നമുക്കെന്താണ് സംഭവിക്കുന്നത്, അവരുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ഭീഷ്മരുടെ കിരീടം സൈഡിൽ വെച്ചിട്ട് ദുര്യോധനെ നോക്കിയിട്ട് പറയുകയാണ്, ദുര്യോധന, ഞാൻ വീണ്ടും നിനക്ക് പറഞ്ഞതെല്ലാം പറഞ്ഞു തരാം. നമുക്കൊരിക്കലും പാണ്ഡവരെ തോൽപ്പിക്കാൻ കഴിയില്ല. നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞു, അവരുമായിട്ട് ഒത്തുതീർപ്പിന് നിൽക്കൂ. പക്ഷെ നീ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അതുകൊണ്ട് നീ ഇതെല്ലാം ഇനി അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട സജ്ജനങ്ങളായിട്ടുള്ള വ്യക്തികളെല്ലാം എത്രയോ പ്രാവശ്യം നിനക്ക് പറഞ്ഞു നൽകി. ഞാൻ എത്രയോ പ്രാവശ്യം കരഞ്ഞ് നിന്നോട് അപേക്ഷിച്ചു, പക്ഷെ നീ ഒട്ടും കേട്ടില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? പക്ഷെ ഞാൻ നിൻ്റെ നന്മ ആഗ്രഹിക്കുന്നു, നിൻ്റെ സഹോദരങ്ങളുടെയും നന്മ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. ദുര്യോധൻ്റെ ആ കരച്ചിൽ കണ്ടിട്ട് ഭീഷ്മർക്ക് കാരുണ്യം തോന്നി. കാരണം എന്തായാലും കൊച്ചുമാൻ്റെ സ്ഥാനത്തല്ലേ. അപ്പോഴും ദുര്യോധൻ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം സഹോദരങ്ങളെയും ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ ആരൊക്കെ മരിച്ചു അവരെ ആലോചിച്ചിട്ട്. ഭീഷ്മർ ചിന്തിക്കുകയാണ്, ദുര്യോധൻ എത്രയോ പ്രാവശ്യം നല്ല നല്ല ഉപദേശങ്ങളൊന്നും സ്വീകരിച്ചില്ല. ഭീഷ്മർ വിചാരിച്ചു, ഇപ്പോൾ ഇത്രയും വിഷമത്തിലിരിക്കുന്നുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന നിർദ്ദേശങ്ങളെ കേൾക്കാൻ ഒരു പക്ഷെ ദുര്യോധൻ തയ്യാറായല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒരു സമാധാനമായിട്ട് ഇരുന്നു എന്ന് ഭീഷ്മർക്ക് ഉറപ്പായ ഉടൻ തന്നെ വളരെ ഉറക്കെ തന്നെ ഭീഷ്മർ സംസാരിക്കുകയാണ്. ദുര്യോധന,
ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിനു മുമ്പെയോ ഇപ്പോഴോ അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലോ പാണ്ഡവരെ കൊല്ലാൻ തക്കവണ്ണം ആരും ഈ ലോകത്തിൽ ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല, ഇനിയില്ല, ഇനി ഉണ്ടാകത്തുമില്ല. കൃഷ്ണൻ, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ അവരെ സംരക്ഷിക്കുന്നിടത്തോളം കാലം ആർക്കും പാണ്ഡവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ പുരാണങ്ങളിൽ നിന്നുള്ള ഒരു ചരിതം നിനക്ക് പറഞ്ഞു തരാം. ഞാൻ സ്വർഗ്ഗലോകത്തിൽ എൻ്റെ അമ്മയുടെ ഒപ്പം ഗംഗാദേവിയായിട്ട് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു ചരിതം ഞാൻ കേട്ടിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒരിക്കൽ ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മലോകത്ത് മറ്റ് ദേവന്മാരുമായിട്ട് ഒത്തുകൂടി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭൂമിദേവി കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് അവിടെ എത്തുകയാണ്. ഭൂമിദേവി പറഞ്ഞു, പിതാമഹ ബ്രഹ്മദേവ്, എൻ്റെ ഭൂമിയിലുള്ള ദുഷ്ടന്മാരുടെ സംഖ്യ ഒരുപാട് വർദ്ധിക്കുകയാണ്. ഒരുപാട് ദാനവന്മാരെല്ലാം വലിയ രാജാക്കന്മാരായിട്ട് ഭൂമിയിൽ പിറന്നിരിക്കുകയാണ്. അവരുടെ ഭാരം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഇവരെല്ലാം മുൻ യുദ്ധങ്ങളിൽ ദേവന്മാരാൽ വധിക്കപ്പെട്ടവരാണ്. അവരെല്ലാം ഇപ്പോൾ രാജാക്കന്മാരും യോദ്ധാക്കളായിട്ട് ജനിച്ചിരിക്കുകയാണ്. അവരുടെ ആ അധാർമിക പ്രവൃത്തികൾ കാരണം എനിക്ക് അവരുടെ ഭാരം എനിക്ക് സഹിക്കാൻ പറ്റുന്ന, അവരെ ഒരു നിമിഷം പോലും സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ എല്ലാവിധ വസ്തുവകളെയും തട്ടിപ്പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിലൂടെയല്ല. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കലിയുഗത്തിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ രത്നങ്ങളും ധാന്യങ്ങളും ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, അതിനുള്ള യോഗ്യതയും നമ്മൾ നേടിയെടുക്കണം. പക്ഷേ ഇന്ന് എല്ലാവരും എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ഗോൾഡ് മൈൻ കണ്ടുപിടിക്കും, എന്നിട്ട് അവിടെ നിന്ന് കുത്തി അവിടെ ദ്രോഹിച്ച് അവിടെ മൈനിൽ പല ആൾക്കാരെയും കൊണ്ട് കഷ്ടപ്പെടുത്തി എല്ലാ തരത്തിലും ദ്രോഹിച്ച് അവർക്ക് വേണ്ടുന്ന കൂലിയും കൊടുക്കത്തില്ല. എന്നിട്ട് ആ കാശ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവണതയാണ് എല്ലാ കാര്യത്തിലും. കൃഷി കാര്യത്തിലാണെങ്കിൽ എല്ലാത്തിലും, സമ്പത്തിലും എല്ലാം അത്യാഗ്രഹം, ആർത്തി മാത്രമേ ഉള്ളൂ. അതിനുള്ള യോഗ്യത ആരും നേടിയെടുക്കുന്നില്ല. അന്നേരം ഭൂമിദേവിയുടെ കാരണം ഇതെല്ലാം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് എങ്ങനെയാണോ ഓരോ ഉപഹാരങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ അതേപോലെ ഭൂമിദേവി നമ്മുടെ അമ്മയാണ്. ആ ഭൂമിദേവിയുടെ ഗർഭത്തിൽ നിന്നാണ് ഈ ധാന്യങ്ങളും രത്നങ്ങളും എല്ലാം വരുന്നതെന്നുള്ള നമ്മൾ അതൊന്നും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഭൂമിദേവിയുടെ അനുഗ്രഹമാണ്. ഒരു അമ്മ എങ്ങനെയാണോ നമുക്ക് പാല് നൽകുന്ന കുട്ടികൾക്ക്, അതേപോലെ അമ്മയുടെ ആ ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. അമ്മയുടെ മുലപ്പാല് പോലെയാണ് ഈ ഭൂമിദേവി നമുക്ക് നമുക്ക് താമസിക്കാനുള്ള സ്ഥലം, കുടിക്കാനുള്ള ജലം, എല്ലാത്തിനും നമ്മൾ ഭൂമിദേവി ആശ്രയിച്ചിരിക്കുകയാണ്. അന്നേരം നമ്മൾ ധാർമ്മികരായിട്ട് ജീവിച്ചൂടെ? നമ്മൾ അതിന് പകരം നമ്മൾ വിചാരിക്കുന്ന എല്ലാം നമ്മുടെ അധ്വാനത്തിലൂടെ നേടിയെടുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതെത്ര മൂഢത്തരമാണെന്ന് നോക്കണേ. അത്തരം ഭൂമിദേവിക്ക് ഒരുപാട് വിഷമം തോന്നി. ഭൂമിദേവി ബ്രഹ്മദേവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിദേവി നമുക്ക് എല്ലാം നൽകാനായിട്ട് തയ്യാറാണ്. പക്ഷെ നമ്മൾ നല്ല സന്താനങ്ങളെപ്പോലെ ഇരുന്നാൽ മതി. നമ്മുടെ സ്വഭാവം ശരിയല്ല. നമ്മൾ എല്ലാത്തിനോടും അത്യാഗ്രഹവും ധാർഷ്ട്യവും, ഒരു കുറച്ച് സെൻറ്റ് സ്ഥലം നമ്മൾ അവിടുത്തെ അധിപതി, നമ്മുടെ അവിടുത്തെ ചക്രവർത്തി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര, ഈ ഭൂമി മൊത്തത്തിൽ ഭഗവാന്റെയാണ്, ഭഗവാന്റെ സ്വത്താണ്. അത് എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നൊരു ചിന്തയില്ല. നമ്മൾ മിണ്ടാപ്രാണികളെ കൊന്നു തിന്നുന്നു. ഹരേ കൃഷ്ണ. അന്നേരം ഭൂമിദേവിയോട് ബ്രഹ്മദേവന് വലിയ കാരുണ്യം തോന്നി, വിഷമം തോന്നി, സഹതാപം തോന്നി. എന്നിട്ട് എല്ലാ ദേവന്മാരോടൊത്ത് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ പാൽ സമുദ്രത്തിൽ പോകാം, ക്ഷീരസാഗരത്തിൽ. അവിടെ ഭഗവാൻ വസിക്കുന്നുണ്ട്. അവിടെ പോയി സർവശക്തനായ ഭഗവാൻ അവിടെ, സാക്ഷാൽ ഭഗവാൻ അവിടെ ശയിക്കുന്നു. നമുക്ക് ഭഗവാനോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനെ വേണ്ട വിധം സ്തുതിച്ചതിന് ശേഷം ബ്രഹ്മദേവൻ ഭൂമിദേവിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് ഭഗവാന് പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മദേവൻ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം ഭഗവാൻ അതിന് മറുപടിയായിട്ട് ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ പ്രചോദനം കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, അധികം താമസിക്കാതെ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുകയാണ് എല്ലാവിധ അസുരന്മാരെയും വധിക്കാനായിട്ട്. ഭഗവാന്റെ സ്വന്തം പാർശ്വത്തിൽ ഭഗവാനോടൊപ്പം വരുന്നതായിരിക്കും. എല്ലാ ദേവന്മാരും അവരുടെ സിദ്ധികൾ കൊണ്ട് ഭൂമിയിൽ പല
രാജാക്കന്മാരായിട്ട് ജനിക്കുന്നതായിരിക്കും. അവരുടെ എല്ലാം സഹായത്തോടു കൂടി ഭഗവാന്റെ ഭൂഭാരത്തെ തീർക്കാനുള്ള ആ ഒരു ഉത്തരദായിത്വം പൂർത്തീകരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഭീഷ്മർ മിണ്ടാതിരുന്നു. എന്നിട്ട് ദുര്യോധനെ നോക്കി. ഭീഷ്മർക്ക് നന്നായിട്ടറിയാം ഇങ്ങനെയുള്ള പുരാണങ്ങളിലൊന്നും കൗരവർക്ക് പൊതുവെ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ദുര്യോധന് അറിയാമായിരുന്നു വിഷ്ണു എന്ന് പറയുന്നത് വളരെ ശക്തനായിട്ടുള്ള ഒരു ദേവനാണ് എന്ന് മാത്രമേ ദുര്യോധൻ അറിയുകയുള്ളൂ. പക്ഷേ വിഷ്ണു സർവോന്നതനായിട്ടുള്ള ഈശ്വരനാണെന്ന് ദുര്യോധൻ ഒരിക്കലും അംഗീകരിക്കാൻ താല്പര്യമില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദുര്യോധൻ ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് പോലും ശ്രീകൃഷ്ണ ഭഗവാനെ അംഗീകരിക്കുന്ന പോട്ടെ, അവൻ വിഷ്ണുവിനെ പോലും അംഗീകരിക്കുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിസ്തരണമായ പരിപാലനത്തിന് വേണ്ടി ഭഗവാൻ എടുക്കുന്ന വിഷ്ണു രൂപത്തെ പോലും ദുര്യോധൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവം. അന്നേരം കാരണം ദുര്യോധൻ ധാർമ്മിക വ്യക്തിയൊന്നുമല്ല, ഒരു ക്ഷത്രിയനാണ്. ഹോമങ്ങളും യജ്ഞങ്ങളും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷ്യം ഭഗവാനെ സന്തോഷിപ്പിക്കണമാണ് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശ്വരൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നൊന്നും അങ്ങനെ ഒരു ചിന്താഗതിയല്ല. ദുര്യോധൻ എപ്പോഴും സ്വന്തം കഴിവിൽ മാത്രം വിശ്വാസമായിരുന്നു. അന്നേരം ഇപ്പോൾ ഒരു ദുഃഖത്തിലിരിക്കുമ്പോൾ അവൻ്റെ കഴിവിൻ്റെ എല്ലാം ശ്രമിച്ചിട്ടും അവന് ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ ഭീഷ്മർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവൻ തുറന്ന മനസ്സോടുകൂടി ഇത് കേൾക്കുമെന്നു. എന്നിട്ട് പറഞ്ഞു, ഭീഷ്മർ പറയുകയാണ്, അതേ സർവവ്യാപിയായ പരമാത്മാവായ ആർക്കും നിർവചിക്കാൻ കഴിയാത്ത അതേ വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണൻ തന്നെയാണ് വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ. അതുകൊണ്ട് ഇതേ കൃഷ്ണനാണ് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളിലും വിഷ്ണു രൂപങ്ങൾ എടുക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ഭീഷ്മർ പറഞ്ഞു. എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു, ദുര്യോധന, നീ ഇതിനു മുമ്പേയും പല പ്രാവശ്യം കേട്ടിട്ടില്ലേ, കൃഷ്ണാർജുനന്മാരെന്ന് പറഞ്ഞാൽ നരനാരായണ ഋഷികളാണ്. അവരുടെ കൂട്ടത്തിലുള്ള പല പാണ്ഡവ സൈന്യത്തിലുള്ള പല രാജാക്കന്മാരും പല ദേവന്മാരുടെയും വിസ്തരണങ്ങളാണ്. പാണ്ഡവർ സ്വയം, ഈ എല്ലാ പാണ്ഡവരും ഇവരെല്ലാവരും പല മന്വന്തരങ്ങൾ പല ഇന്ദ്രൻ്റെ സ്ഥാനത്തിരുന്നവരാണ്. അന്നേരം അവരിലൂടെ ഭഗവാൻ ഈ അസുരന്മാരെ തീർക്കുക എന്നൊരു ലക്ഷ്യം ഭഗവാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരു വലിയ സൈന്യത്തെ, അത് ഭൂമിയിലുള്ള സൈനികരല്ല, ദേവന്മാർ തന്നെയാണ് അവരെല്ലാവരും, പാണ്ഡവപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും. അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്നത് സാക്ഷാൽ അച്യുതനാണ്. ഭഗവാനെ ആർക്കും തകർക്കാൻ കഴിയില്ല. അതും ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു സർവശക്തനായ ഈശ്വരനാണ് ഭഗവാൻ കൃഷ്ണൻ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമാണ്, ആശ്രയമാണ്. അദ്ദേഹത്തെ ഒരിക്കലും അവഗണിക്കരുത്. അദ്ദേഹത്തെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണരുത്. അതുകൊണ്ട് അദ്ദേഹത്തെ നീ എന്തായാലും പൂജിച്ചേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ ആധിപത്യം അംഗീകരിച്ചേ പറ്റൂ. പൊതുവേ വിദ്വാൻമാരും മഹാപണ്ഡിതന്മാരും പറയുന്നു, ആരാണോ ഭഗവാൻ കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണുന്നത് അവർ ഏറ്റവും വലിയ മണ്ടന്മാരും ഏറ്റവും വലിയ പാപിയാണ്. ഭീഷ്മർ ഇത്രയും പറഞ്ഞിട്ട് നിർത്തി. ദുര്യോധൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ദുര്യോധൻ ചിന്തിക്കുകയാണ്, കൃഷ്ണൻ സർവശക്തനായിട്ടുള്ള ഈശ്വരനാണെന്നുള്ള അങ്ങനെ അംഗീകരിക്കാൻ ദുര്യോധന് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ദുര്യോധൻ ചിന്തിക്കുകയാണ്, തീർച്ചയായിട്ടും എന്തൊക്കെയോ അസാമാന്യ ശക്തികൾ ഈ വ്യക്തിയിലുണ്ട്. ഒരു സാധാരണ മനുഷ്യനല്ല, പക്ഷെ ഒരു ദൈവമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ദുര്യോധൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ദുര്യോധൻ ചിന്തിക്കുകയാണ്, എന്തായാലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. പക്ഷെ അത് ഒരു വ്യക്തിയാകാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ പല ആൾക്കാരുടെയും ചിന്താഗതിയായിരുന്നു ദുര്യോധൻ്റെ ചിന്താഗതി. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നാലും ഇന്നത്തെ ആൾക്കാർ കൂടുതലും ഭക്തിയിൽ വരാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കൂടുതലും ഇങ്ങനെയുള്ള ആസുരിക ചിന്താഗതിയാണ്. അന്നേരം ദുര്യോധന ചിന്തിക്കുക, ഒരു വ്യക്തിയാകുന്ന എങ്ങനെ, അതും കൃഷ്ണനാകുന്നത് എങ്ങനെയാണ്? അത് എൻ്റെ ശത്രുക്കളുടെ സ്ഥാനത്തല്ലേ കൃഷ്ണൻ നിൽക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഈശ്വരനാകുന്നത്? അന്നേരം ദുര്യോധൻ ചിന്തിക്കുകയാണ്, പിന്നെ ഞാൻ കൗരവരുടെ രാജാവും കൂടെ ആണല്ലോ, അന്നേരം ഞാൻ അത്രയ്ക്ക് അധർമ്മിയാണോ? അന്നേരം ദുര്യോധൻ ചിന്തിക്കുകയാണ്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താറേ ഉള്ളൂ, പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ കർത്തവ്യമല്ലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ പ്രജകളുടെ സന്തോഷത്തിന് വേണ്ടി ധർമാനുസൃതമല്ലേ. ഹരേ കൃഷ്ണ.
അപ്പോൾ ദുര്യോധനൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വളരെ ശക്തനായിട്ടുള്ളൊരു വ്യക്തി തന്നെ കൃഷ്ണൻ, പക്ഷേ ഈശ്വരൻ എന്ന രീതിയിൽ അംഗീകരിക്കാൻ ദുര്യോധനന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പൊതുവെ എല്ലാവരും ദുര്യോധനെ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്, പക്ഷെ ദുര്യോധനൻ എപ്പോഴും ധാർമ്മിക പ്രവൃത്തികളല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് ദുര്യോധനൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അന്നേരം ഇനി അഥവാ ദൈവം എന്നാ പറയുന്ന ആള് കൃഷ്ണൻ തന്നെയാണെങ്കിൽ കൃഷ്ണൻ എന്നോട് മാത്രം എന്താ വിരോധം എന്ന് ദുര്യോധനൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇനി അഥവാ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എങ്കിൽ ചിലപ്പോൾ അത് തന്നെയായിരിക്കും കാരണം പാണ്ഡവരെ ഇത്രയും നമ്മൾ ശക്തരായിട്ടും പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റാത്തതും ജയിക്കാൻ പറ്റാത്തതും അവരെ കീഴ്പ്പെടുത്താൻ പറ്റാത്തതും അതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഭഗവാൻ അഥവാ കൃഷ്ണനാണെങ്കിൽ പാണ്ഡുപുത്രന്മാരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ ഓർത്ത് ദുര്യോധനാകെ ഭ്രാന്ത് പിടിച്ചു. എന്നിട്ട് ദുര്യോധനൻ കുറേ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ പറയാമോ എന്ന് ചോദിച്ചു. അന്നേരം പൊതുവേ സാധാരണ രീതിയിൽ കടിച്ചു കയറാൻ വരുന്ന രീതിയിൽ എടുത്തുചാട്ടക്കാരനും ഭയങ്കര ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ദുര്യോധനൻ ശാന്തനായിട്ട് ഒരു നിസ്സഹായ അവസ്ഥയിലിരിക്കുന്നത്. കാരണം 14 സഹോദരന്മാരും അത് സ്വയം കൊള്ളുമ്പോഴത്തേക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം വേദന എപ്പോഴും സ്വന്തം വേദനയാണല്ലോ. അന്നേരം 14 സഹോദരന്മാരും മരിച്ചിട്ട് കിടക്കുകയാണ്. അന്നേരം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഈ ദുഷ്ടന്മാരുടെ സ്വഭാവം. മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അതൊന്നും വേദനയായിട്ട് തോന്നത്തില്ല, പക്ഷെ സ്വന്തം ആൾക്കാർക്ക് കൊള്ളുമ്പോഴാണ് വേദനയായിട്ട് തോന്നുന്നത്. അന്നേരം ഇത്രയും കാലം അവന് കേൾക്കാനൊന്നും താല്പര്യമില്ല. ഇപ്പം പറഞ്ഞ കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ പറയാമോ എന്ന് വെച്ചു. പിന്നെ ദുര്യോധനൻ പറഞ്ഞു, ഞാൻ പൊതുവേ ആളിനെക്കുറിച്ച് കേൾക്കാറുണ്ട്, കൃഷ്ണനെക്കുറിച്ച് ആൾ ഭയങ്കര സംഭവമാണെന്നും വലിയൊരു മഹാശക്തനാണെന്നും ഒക്കെ. അതുകൊണ്ട് പിതാമഹ, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തികളും സ്ഥാനങ്ങളും എന്തൊക്കെയാണ്. പിന്നെ ഭീഷ്മർക്ക് ഇത്രയും നല്ലൊരു അവസരം, കൗരവ പക്ഷത്ത് സത്സംഗം എടുക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഭീഷ്മർ ഒന്നൊന്നായിട്ട് ഭഗവാന്റെ ശക്തികളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. നാരദ മഹർഷിയിൽ നിന്ന് കേട്ട കാര്യം, വ്യാസ മഹർഷിയിൽ നിന്ന് കേട്ട കാര്യം, മാർക്കണ്ഡേയ ഋഷിയിൽ നിന്ന് കേട്ട കാര്യം, പരശുരാമസ്വാമിയിൽ നിന്ന് കേട്ട കാര്യം. എന്നിട്ട് പറഞ്ഞു, ഈ പ്രഗത്ഭരായിട്ടുള്ള ഈ ഋഷിമാരെല്ലാവരും ഭഗവാന്റെ ആ ഒരു ശക്തിയെ അംഗീകരിച്ചവരാണ്. അവരെല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്നു, ഭഗവാൻ സർവ്വചരാചരങ്ങളുടെ നാഥനാണ്, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരിപാലകനാണെന്ന് എല്ലാവരും പറഞ്ഞ കാര്യമാണ്. പിന്നെ അദ്ദേഹം എല്ലാവരുടെയും ആരോടും പക്ഷഭേദം കാണിക്കുന്ന ആളല്ല. അത് എല്ലാവരുടെയും സുഹൃത്താണ്, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ നീ അദ്ദേഹത്തെ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒരു രാക്ഷസനായിട്ട് കാണുന്നതെന്ന് ഭീഷ്മർ പറയുക. നീ വളരെ ക്രൂരഹൃദയനും ക്രൂര മനസ്സുള്ള ഒരു രാക്ഷസനെ പോലെയാണ്. നീ അജ്ഞാനത്താൽ മുങ്ങിക്കിടക്കുകയാണ്. നിൻ്റെ ചിന്തകളെല്ലാം സ്വാർത്ഥ സുഖഭോഗങ്ങളുടെ പുറയിലാണ്. അതുകൊണ്ട് കൃഷ്ണനെ ഒരിക്കലും അറിയാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളും ഭക്തിയെക്കുറിച്ചും ഭക്തരെക്കുറിച്ചും ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം എന്താണ്? ഇതാണ്. രാക്ഷസന്മാരുടെ സ്വഭാവമായിരിക്കും അവരുടെ ഹൃദയം മനസ്സും ക്രൂര ഹൃദയവുമാണ്. അജ്ഞാനത്താൽ മുങ്ങിക്കിടക്കുന്നു. അവരുടെ ചിന്തകൾ എപ്പോഴും സ്വാർത്ഥതയിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് കൃഷ്ണനെ അറിയാൻ കഴിയാത്തത്. അന്നേരം ഇവിടെ പറയുന്നു, ഭീഷ്മർ പറയുകയാണ്, അദ്ദേഹത്തെ മനസ്സിലാക്കണോ? നീ കാമത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും മുക്തനാകണം. എന്നിട്ട് സ്വയം മനസ്സിലാക്കണം നീ അദ്ദേഹത്തിൻ്റെ ദാസനാണ് എന്ന്. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കിയ വ്യക്തികൾക്ക് മാത്രമേ കൃഷ്ണനെ മനസ്സിലാകൂ. എത്ര മനോഹരമല്ലേ? ഭീഷ്മ പിതാമഹ കി ജയ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഈ ഒരു വീക്ഷണത്തോടു കൂടി നീ ഇതെല്ലാത്തിനെയും കാണാൻ ശ്രമിക്കൂ. അതിലൂടെ മാത്രമേ ശാശ്വതമായിട്ടുള്ളൊരു ആനന്ദം നിനക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നീ നിൻ്റെ സഹോദരങ്ങളുമായിട്ട് ഒത്തുതീർപ്പിലേക്ക് എത്തൂ. നിനക്കൊരിക്കലും ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല. ഭഗവാൻ കൃഷ്ണനോടും പാണ്ഡവരോടും ശത്രുത പുലർത്തുന്നതുകൊണ്ട് നിനക്ക് പരാജയവും ദുരിതവും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഭീഷ്മർ പറഞ്ഞു. ഇങ്ങനെ ഭീഷ്മർ കുറേ നേരം സംസാരിച്ചു ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച്. അവിടെ സഭയിലിരുന്ന എല്ലാ രാജാക്കന്മാരും ഭഗവാനെക്കുറിച്ചുള്ള മതിപ്പ് അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വർദ്ധിച്ചു. ദുര്യോധനൻ തന്നെ അത്ഭുതത്തോടുകൂടി കൃഷ്ണനെക്കുറിച്ച് കേൾക്കുകയാണ്. എന്നിട്ട് ദുര്യോധനൻ ചിന്തിക്കുകയാണ്,
ഒരു പക്ഷേ ഇനി കൃഷ്ണൻ ഒരു മനുഷ്യനും അപ്പുറത്തായിട്ടുള്ളൊരു വ്യക്തിയാണോ? അമാനുഷിക ശക്തിയുള്ള വ്യക്തിയാണോ? ഇനി സാക്ഷാൽ ദേവന്മാർക്കും അപ്പുറത്തായിട്ടുള്ളൊരു മഹേശ്വരനാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ എന്തായാലും തിരിഞ്ഞു പോകാൻ കഴിയില്ല. ഇത്രയൊക്കെ കേട്ടിട്ട് ദുര്യോധനൻ പറയാണ്, കൃഷ്ണൻ ഇനി ആരായാലും ശരി പാണ്ഡവരെന്ന് പറയുന്ന എൻ്റെ ശത്രുക്കളാണ്. മനസ്സിൽ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് എന്തായാലും ഞാൻ ഒന്നും കൊടുക്കത്തില്ല. അവർക്ക് രാജ്യം വേണോ, അവരത് എന്നെ തോൽപ്പിച്ച് നേടിയെടുക്കണം എന്ന് ദുര്യോധനൻ ചിന്തിക്കുകയാണ്. ഇനി അവരുടെ യുദ്ധത്തിൽ, അവരുടെ കൂട്ടത്തിൽ സാക്ഷാൽ ദേവന്മാരാണ് യുദ്ധം ചെയ്യുന്നത് എങ്കിൽ പോലും എൻ്റെ കൂട്ടത്തിലും ദാനവന്മാരുണ്ടല്ലോ, ദൈത്യന്മാർ എൻ്റെ സൈന്യത്തിലും യുദ്ധം ചെയ്യാനുണ്ട്, അവരും ദേവന്മാരെ ഇതിനു മുമ്പേ തോൽപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ ദുര്യോധനൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് ദുര്യോധനൻ എല്ലാവരെയും പിരിച്ചുവിട്ടു. എന്നിട്ട് ഇനി ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ദുര്യോധനൻ ഉറങ്ങുന്നതിന് മുമ്പേ മനസ്സിൽ കൃഷ്ണനെ നമസ്കരിക്കണം. ആദ്യമായിട്ടാണ് ഹൃദയാംഗതമായിട്ട് കൃഷ്ണനെ നമസ്കരിക്കുന്നത്. ദുര്യോധനൻ വിചാരിക്കുകയാണ്, ഇനി അഥവാ ആ യാദവ നായകൻ ഭഗവാനാണെങ്കിൽ ഒന്ന് നമസ്കരിച്ചേക്കാം. ആ നമസ്കരിക്കുന്നതിലൂടെ എനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഹരേ കൃഷ്ണ. എന്നിട്ട് ദുര്യോധനൻ കിടന്നുറങ്ങി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ അല്ലേ? പിറ്റേ ദിവസം, 5-ാമത്തെ ദിവസം യുദ്ധത്തിൻ്റെ 2 സൈനികരും ഇരുപക്ഷത്തും നിൽക്കുകയാണ്. പൂർവ്വ ദിവസം മരിച്ച അവരെ എല്ലാവരെയും അന്നത്തെ രാത്രി അവിടെ തന്നെ യുദ്ധഭൂമിയിൽ തന്നെയാണ് കിടത്തുന്നത്. എന്നിട്ട് പിറ്റേന്ന് യുദ്ധം തുടങ്ങുന്നതിന് നേരം പുലർക്കുന്നതിന് മുമ്പെയാണ് അവരുടെ ശേഷക്രിയകളൊക്കെ നടത്താറുള്ളത്. അങ്ങനെ കഴിഞ്ഞ ദിവസം യുദ്ധത്തിൽ മരിച്ചു വീണ എല്ലാ യോദ്ധാക്കളുടെയും ശവങ്ങളെ അതിന് വേണ്ടുന്ന ശേഷക്രിയകളൊക്കെ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചു. എന്നിട്ട് സൂര്യോദയത്തോടുകൂടി വീണ്ടും യുദ്ധം ആരംഭിക്കണം. 5-ാമത്തെ ദിവസം മുഴുവൻ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല മാത്രം നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും. നിങ്ങൾ വിചാരിക്കും യുദ്ധത്തിൽ കൊലയല്ലാതെ പിന്നെ എന്ത് നടക്കാനാണ്? പക്ഷെ സാധാരണ ദിവസം പോലെയല്ല. സാധാരണ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു അടി നടക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ തലയിറക്കുന്നു, കുത്തിക്കൊല്ലുന്നു, ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അർജുനാണെങ്കിൽ ഇത്രയും ദിവസത്തെക്കാട്ടിയും അസാമാന്യ ശക്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധകളത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഗാണ്ഡീവമല്ല അവിടെ അർജുൻ്റെ കയ്യിലിരിക്കുന്നത്, സാക്ഷാൽ മിന്നൽ ഇങ്ങനെ കയ്യിൽ നിൽക്കുന്ന പോലെയാണ്, ഇടി വെട്ടുന്ന പോലെയാണ് അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിന്നൽ മിനുങ്ങുന്നത് പോലെ അസ്ത്രങ്ങൾ ടപ്പ് എന്ന് അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യു, ഭീമൻ, നകുല സഹദേവന്മാർ, സാത്വികി, യുധിഷ്ഠിരൻ എല്ലാവരും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ് കൗരവപക്ഷത്ത്. ഇനി കൗരവപക്ഷത്താണെങ്കിലോ ഭീഷ്മർ സാധാരണ രീതിയിൽ ചെയ്ത നാശനഷ്ടങ്ങൾ വീണ്ടും പാണ്ഡവ സൈന്യത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിഖണ്ഡി ഭീഷ്മർക്കെതിരെ പല പ്രാവശ്യം വന്നു ഭീഷ്മരെ കൊല്ലാനായിട്ട്. പക്ഷേ അപ്പോഴൊക്കെ ഭീഷ്മരെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. ദൃഷ്ടദ്യുമ്നനും പല പ്രാവശ്യം ദ്രോണർക്കെതിരെ വന്നു. ദ്രോണരെ എങ്ങനെയെങ്കിലും വീഴ്ത്താൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ദ്രോണർ അതൊക്കെ തടയുകയാണ്. എന്നിട്ട് ദൃഷ്ടദ്യുമ്നനെ യുദ്ധം ചെയ്ത് പിന്മാറാൻ നിർബന്ധിപ്പിക്കുകയായിരുന്നു. അന്നേരം ദ്രുപദൻ്റെ പുത്രനായ ദൃഷ്ടദ്യുമ്നൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇദ്ദേഹത്തെ കൊല്ലാനാണ് വന്നിരിക്കുന്നത്, പക്ഷേ എനിക്ക് അതിനുള്ള അവസരമേ കിട്ടുന്നില്ലല്ലോ. അന്നേരം ആ വിധി പറഞ്ഞത് ശരി തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും നിർഭയത്തോടു കൂടി വീണ്ടും ദ്രോണരെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഭീമൻ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ധൃതരാഷ്ട്രപുത്രന്മാരെ കണ്ടുപിടിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവരെയും തീർക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഭീമനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ യുദ്ധകളത്തിൽ തപ്പി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ യമനെ പോലെ കാണപ്പെട്ടു ഭീമൻ. ഭീമൻ ഏറ്റവും ഇഷ്ടം ഗദ വെച്ച് രഥമൊന്നും ഇല്ലാതെ യുദ്ധം ചെയ്യുന്നതാണ്. വില്ല് വെച്ച് അസ്ത്രങ്ങൾ എറിയാനും ഭീമൻ മിടുക്കനാണെങ്കിലും പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് യുദ്ധം എന്ന് പറഞ്ഞാൽ ഗദായുദ്ധമാണ്. അതും രഥമൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊയ്ത്തുകാരെ പോലെ യുദ്ധകളത്തിൽ പോയി ഓരോ ആൾക്കാരെയും കൊയ്തെടുക്കുക ഗദ ഉപയോഗിച്ച്.
അങ്ങനെ 5, 6, 7 ദിവസങ്ങളിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു. പക്ഷേ പ്രധാന യോദ്ധാക്കൾ രണ്ട് പക്ഷത്തു നിന്നും വീണിട്ടില്ല. അന്നേരം അർജുൻ ഒരുപാട് യോദ്ധാക്കളെ കൊല്ലുന്നു എന്ന് മനസ്സിലാക്കി ദുര്യോധൻ സുശർമ്മനെ ഏർപ്പെടുത്തുകയാണ്. സുശർമ്മൻ്റെ കൂട്ടത്തിൽ സംശപ്തകൻ എന്ന് പറയുന്ന ഒരു വിഭാഗം യോദ്ധാക്കൾ, സംശപ്തകൻ ഒരു വിഭാഗം ഒരു യോദ്ധാക്കളാണ്. എന്നിട്ട് അവരെല്ലാവരും സുശർമ്മനും സംശപ്തകന്മാരും അർജുനെ വെല്ലുവിളിക്കുകയാണ്. ഓരോ ദിവസവും അവർ രാവിലെ അർജുനെ വെല്ലുവിളിക്കും. എന്നിട്ട് മുഴുവൻ ദിവസം അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് അർജുൻ്റെ ലക്ഷ്യത്തെ മാറ്റുകയായിരുന്നു ദുര്യോധൻ വളരെ ബുദ്ധിപരമായിട്ട്. പക്ഷെ എന്നാലും അവരുടെ ആയിരക്കണക്കിന് യോദ്ധാക്കൾ മരിച്ചു വീണുകൊണ്ടേയിരിക്കുകയായിരുന്നു. പാണ്ഡവർ സൈന്യബലത്തിൽ വളരെ കുറവായിരുന്നുവെങ്കിലും വളരെ ശക്തരായി മുന്നേറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ദുര്യോധൻ വീണ്ടും വീണ്ടും ഭീഷ്മരെയും ദ്രോണരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നിങ്ങൾ പക്ഷാഭേദം കാണിക്കുന്നു, നിങ്ങൾ എപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ, പക്ഷെ അതേ സമയത്ത് അവരും ദുര്യോധനെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധം തീർക്കാൻ. പക്ഷേ ദുര്യോധൻ ഉറച്ച തീരുമാനത്തിലാണ് യുദ്ധം തുടർന്നേ പറ്റുമെന്ന്. അങ്ങനെ 8ാമത്തെ ദിവസമായി. 8ാമത്തെ ദിവസം ഭീമൻ ദുര്യോധൻ്റെ 17 സഹോദരന്മാരെയും കൊന്നു എന്നുള്ളതാണ്. ആദ്യം 14, ഇപ്പം വീണ്ടും 17 പേരെയും കൂടെ. അവരെല്ലാവരും ഭീമനെ ചുറ്റും വളഞ്ഞുവെങ്കിലും അവരുടെ എല്ലാ ആയുധങ്ങൾ ഭീമനെതിരെ എറിഞ്ഞുവെങ്കിലും വളരെ നിഷ്പ്രയാസം അതിനെയൊക്കെ ഭീമൻ തടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് രഥത്തിൽ നിന്നുകൊണ്ട് ഭീമൻ തീരുമാനിച്ചതുപോലെ ഓരോ ദുര്യോധൻ്റെ സഹോദരന്മാരെയും കൊല്ലാൻ തീരുമാനിച്ചു. ആ സമയത്ത് ദ്രോണാചാര്യർ അസംഖ്യം അസ്ത്രങ്ങൾ എറിഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കാനായിട്ട് വന്നു. അതായത് അസംഖ്യ അസ്ത്രങ്ങൾ എറിഞ്ഞ് ഭീമനെ കാണാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ഭീമനെ മൂടി അസ്ത്രങ്ങൾ കൊണ്ട്. അങ്ങനെ ആ സമയത്ത് ദ്രോണാചാര്യ ധൃതരാഷ്ട്രപുത്രന്മാരെ രക്ഷപ്പെടാൻ അനുവദിച്ചു. പക്ഷേ ഭീമൻ അതിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരു ചെന്നായി ഈ ആട്ടിൻകൂട്ടങ്ങളുടെ ഇടയിൽ എങ്ങനെ പോകുന്നു അതേപോലെയായിരുന്നു ഭീമൻ പോകുന്നത്. ഭീമൻ കൗരവർക്കെല്ലാം വലിയൊരു ഭയമായി മാറിയിരുന്നു. അതേ സമയത്ത് ബാക്കിയുള്ള പാണ്ഡവ യോദ്ധാക്കളും ഒരുപാട് യോദ്ധാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യുദ്ധം നടക്കുകയാണ്. അർജുൻ്റെ മകൻ ഐരവൻ യുദ്ധത്തിൽ, ഐരവൻ എന്ന് പറയുന്ന ഒരു നാഗലോക വിഭാഗത്തിൽപ്പെട്ടതാണ് ഐരവൻ. നാഗമാണ് യഥാർത്ഥത്തിൽ. അന്നേരം അർജുൻ്റെ ഭാര്യ, അർജുൻ ഉളുപ്പിയ വിവാഹം കഴിച്ചിരുന്നു, നാഗകന്യകയായിരുന്നു. അന്നേരം ആ ഉളുപ്പിയുടെ മകനാണ് ഐരവൻ. അന്നേരം ഐരവനും മഹാശക്തനായിട്ടുള്ള അമാനുഷിക യുദ്ധം ചെയ്യുന്ന ആളാണ്. കാരണം ഒരു മനുഷ്യനല്ല, നാഗവും കൂടാണ്. അന്നേരം ആ നാഗലോകത്തിൽ നിന്ന് ഒരു വിഭാഗം യോദ്ധാക്കൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വളരെ ശക്തമായിട്ടുള്ള കുതിരകളിൽ കയറി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുതിരകൾക്കൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഈ സ്റ്റീലിൻ്റെ കവചമൊക്കെ ഉണ്ട്, സ്വർണങ്ങൾ പതിപ്പിച്ച. അങ്ങനെ അവർ കൗരവ സൈന്യത്തിനെതിരെ ശക്തമായിട്ട് മുന്നേറുകയാണ്. അന്നേരം അവർ ഒറ്റ കൂട്ടമായിട്ട് ഗാന്ധാര സൈനികരെ നേരിടുകയാണ്. ശകുനിയുടെ 6 സഹോദരന്മാരും അവരുടെ ഗാന്ധാര യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐരവൻ. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് അലറിക്കൊണ്ട് രണ്ടുപേരും കൂട്ടിമുട്ടുകയാണ്. അവരെല്ലാവരും ജയിക്കാനായിട്ട് ഉറച്ച തീരുമാനിച്ചതുപോലെ ഐരവൻ വളരെ ശക്തമായിട്ട് ദേഷ്യത്തോടു കൂടി പറഞ്ഞു, യോദ്ധാക്കളോട് പറഞ്ഞു, എല്ലാവരെയും കൊന്നേക്ക് വന്നു, ഒരാളെ പോലും രക്ഷപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കുതിരപ്പുറത്ത് കയറി വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ അവരുടെ കുതിരകൾ വായുവിൽ ഇങ്ങനെ പറക്കുന്ന പോലെ തോന്നി. അത്രയ്ക്ക് വേഗതയിലായിരുന്നു അവർ ഓടിക്കൊണ്ടിരുന്നത്. എല്ലാ ദിശകളിൽ നിന്നും അവരുടെ ആയുധങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഗാന്ധാര യോദ്ധാക്കൾ തകർന്ന് തരിപ്പണമായി. അവസാനം ശകുനിയുടെ സഹോദരങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു.
അവരെല്ലാവരും അവരുടെ കയ്യിലിരുന്ന കുന്തങ്ങളെടുത്ത് ഐരവനെതിരെ എറിഞ്ഞു. എന്നിട്ട് ഐരവൻ്റെ കവചം തകർന്നു. എന്നിട്ട് ആ കുന്തം വളരെ ശ്രദ്ധിച്ചേക്കണേ, അതായത് ആ കുന്തം ഐരവൻ്റെ നെഞ്ച് പിളർന്ന് പുറകിലൂടെ വലിയ കാലുകൾ കുത്തിക്കയറി എന്നുള്ളത്. അത് നെഞ്ചത്തുനിന്ന് കുത്തിക്കയറി അത് പുറകിലൂടെ പോയി കാല് വരെ പുറകിലത്തെ കാലിൻ്റെ പുറഭാഗം വരെ കുത്തിക്കയറി എന്നുള്ളതാണ്. പക്ഷേ ഐരവൻ കുലുങ്ങാതെ ആ കുന്തത്തെ വലിച്ചൂരി എന്നുള്ളതാണ്. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ നെഞ്ചത്തുനിന്ന് ഇങ്ങനെ കുത്തിക്കയറി അത് പുറകിലൂടെ പോയി പുറകിലത്തെ കാലിൻ്റെ പുറംഭാഗം വരെ കുത്തിക്കയറി എന്നുള്ളതാണ്. എന്നിട്ട് ഐരവൻ ഒരു കുലുക്കവും ഇല്ലാതെ ഇങ്ങനെ വലിച്ചങ്ങൂരി എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. എന്നിട്ട് വീണ്ടും അത് ശത്രുക്കൾക്കെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് ഐരവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി രക്തം ആ മുറിവിൽ നിന്നെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി ഭയാനകമായിട്ട് ഈ ശകുനിയുടെ സഹോദരന്മാർക്കെതിരെ ചാടി വീഴുകയാണ് നമ്മുടെ ഐരവൻ. അതിനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു വലിയ പർവ്വതം സിന്ദൂരത്താൽ അഭിഷേകം ചെയ്തതുപോലെ തോന്നി. അത്രയ്ക്ക് രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. ഗാന്ധാര യോദ്ധാക്കൾ, അതായത് ഈ ശകുനിയുടെ ഈ സഹോദരന്മാർ 100 കണക്കിന് അസ്ത്രം ഐരവനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ആർക്കും ഐരവനെ തടയാൻ കഴിഞ്ഞില്ല. വലിയ വലിയ കുന്തങ്ങൾ വീണ്ടും എറിഞ്ഞു. പക്ഷെ അതെല്ലാം ഐരവൻ അസ്ത്രങ്ങൾ എറിഞ്ഞു തകർത്തു എന്നുള്ളതാണ്. അതിനുശേഷം കയ്യിലൊരു വാളും പിടിച്ചുകൊണ്ട് ഈ ഐരവൻ ശകുനിയുടെ സഹോദരങ്ങളുടെ കൈയും കാലും അറുത്തു എന്നുള്ളതാണ്. നിമിഷങ്ങൾക്കകം അവർ ഭൂമിയിൽ വീഴുകയാണ്. അതിൽ ഒരു സഹോദരൻ മാത്രം, വൃഷഭൻ എന്ന് പറയുന്ന ആൾ മാത്രം രക്ഷപ്പെട്ടു. വൃഷഭൻ ഓടിച്ചെന്ന് ദുര്യോധൻ്റെ അടുത്ത് പറഞ്ഞു, ഗാന്ധാര യോദ്ധാക്കളെല്ലാം തീർന്നു എന്ന്. ദുര്യോധന ദേഷ്യം വന്നു. ഉടൻ തന്നെ ദുര്യോധൻ അലംബുഷൻ എന്ന് പറയുന്ന രാക്ഷസനെ വിളിക്കുകയാണ്. അലംബുഷൻ ഭഗൻ്റെ സഹോദരനാണ്. അതൊരു അലംബുഷന് ഭീമനോടും പാണ്ഡവരോടും ഭയങ്കര ദേഷ്യമാണ്. അലംബുഷൻ ദുര്യോധനായിട്ട് കൂടിയിരുന്നു, കാരണം ഭഗൻ മരിച്ചത് കാരണം. അന്നേരം ദുര്യോധൻ പറഞ്ഞു, അലംബുഷ, നീ നോക്കൂ, അർജുൻ്റെ മകനായ ഐരവൻ ചെയ്ത നാശനഷ്ടങ്ങൾ കണ്ടില്ലേ? നീ എല്ലാ തരത്തിലുള്ള മായാപ്രയോഗത്തിലും വിദഗ്ധനാണ്. അതുകൊണ്ട് നിന്നെക്കൊണ്ട് മാത്രമേ ഐരവനെ യുദ്ധം ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഏത് രൂപം വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഐരവനെ കൊന്നേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അലംബുഷൻ നേരെ അലറിക്കൊണ്ട് ഐരവനെ വെല്ലുവിളിക്കാനായിട്ട് പോവുകയാണ്. നിമിഷങ്ങൾക്കകം ഇവൻ്റെ മായാസിദ്ധികൾ ഉപയോഗിച്ച് ഒരു വലിയൊരു അസുര സൈന്യ കൂട്ടത്തെ തയ്യാറാക്കുകയാണ്. അവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള വാഹനങ്ങളിൽ കയറി ഐരവനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഓടിപ്പോവുകയാണ്. അവരുടെ എല്ലാം കൈകളിൽ വലിയ വലിയ മൂർച്ചയുള്ള കുന്തങ്ങളും പലതരത്തിലുള്ള ആയുധങ്ങളും ഭയാനകമായിട്ടുള്ള ആയുധങ്ങളും കയ്യിൽ വെച്ചിട്ടുണ്ട്. അലംബുഷൻ നേരെ വരുന്നു എന്ന് കണ്ടപ്പോൾ ഐരവൻ യോദ്ധാക്കളോടെല്ലാം തയ്യാറായിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ നാഗകൂട്ടങ്ങളും രാക്ഷസന്മാരുമായിട്ട് ഭയങ്കര ഭീകര യുദ്ധം നടക്കുകയാണ്. നിമിഷങ്ങൾക്കകം നാഗകൂട്ടങ്ങളിലുള്ള എല്ലാവരും മരിച്ചു, രാക്ഷസ കൂട്ടങ്ങളും മരിച്ചു എന്നുള്ളതാണ്. അവസാനം ഐരവനും അലംബുഷനും മാത്രം തമ്മിൽ യുദ്ധം ചെയ്യുമായിരുന്നു. ആ യുദ്ധം കണ്ട് എല്ലാവർക്കും തോന്നി, എന്തുവാ ഈ ദേവേന്ദ്രനും വൃത്രാസുരനുമായിട്ടുള്ള യുദ്ധം പോലെയാണോ എന്ന് തോന്നി. അങ്ങനെ ആ രാക്ഷസ അലംബുഷൻ ഐരാവനെ വളരെ ശക്തമായിട്ട് നേരിടാൻ മുന്നോട്ട് വന്നു. വീണ്ടും ഐരവൻ കയ്യിലിരുന്ന ആ വാളെടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അലംബുഷൻ്റെ കയ്യിലിരിക്കുന്ന വാള് തുണ്ടാക്കുകയാണ്, 2 തുണ്ടാക്കുകയാണ്. ഉടൻ തന്നെ അലംബുഷൻ ആകാശത്തേക്ക് പറക്കുകയാണ്.
ആകാശത്ത് നിന്നുകൊണ്ട് ഐരവൻ്റെ ആക്രമണത്തെ നേരിടുകയാണ്. ഐരവനും അപ്പോൾ ഐരവൻ്റെ മായാസിദ്ധികൾ ഉപയോഗിച്ച് നേരെ അന്തരീക്ഷത്തിലേക്ക് പറക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ യുദ്ധം ചെയ്യുകയാണ്. വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഐരവൻ രാക്ഷസൻ്റെ രണ്ട് കൈകളും അറക്കുകയാണ്. പക്ഷേ അലംബുഷൻ വീണ്ടും രക്ഷപ്പെടുകയാണ്. അതായത് ഈ ഐരവൻ അലംബുഷൻ്റെ ശരീരത്തെ തുണ്ടം തുണ്ടമാക്കി കൊല്ലുകയാണ്. പക്ഷെ വീണ്ടും അലംബുഷൻ മരിച്ചില്ലെന്നുള്ളതാണ്. വീണ്ടും ഉയർത്തെഴുന്നേക്കുകയാണ്. വീണ്ടും ഒരു പുതിയ ശരീരം എടുത്തു വരികയാണ്. വീണ്ടും കയ്യിലിരിക്കുന്ന മഴുവെച്ചും വാളുവെച്ചും വീണ്ടും വീണ്ടും വെട്ടുകയാണ്. പക്ഷെ ഓരോ സമയത്ത് വെട്ടുമ്പോഴും അലംബുഷൻ വീണ്ടും വീണ്ടും പുതിയ ശരീരം എടുത്തു വരികയാണ്. എന്നിട്ട് അലംബുഷൻ ശക്തമായിട്ട് അലറാൻ തുടങ്ങി. ആ അലർച്ച ആകാശത്ത് മുഴുവൻ പോയി വ്യാപിക്കുകയാണ്. എല്ലാവർക്കും ഭയമുണ്ടായി. ഇനി വലിയൊരു ഭീകര രൂപം എടുക്കുകയാണ് അലംബുഷൻ. എല്ലാവർക്കും വലിയ ഭയം തോന്നുന്ന രീതിയിൽ. എന്നിട്ട് ഐരവനെ പിടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് യോദ്ധാക്കൾ നോക്കി നിൽക്കെ ഈ ഐരവൻ്റേതായിട്ടുള്ള ഒരു മായാസിദ്ധി ഉപയോഗിക്കുകയാണ്. വലിയ ഒരു നാഗമായിട്ട് മാറുകയാണ് ഐരവൻ. അനന്തശേഷൻ്റെ ആ സാമ്യം തോന്നുന്ന രീതിയിൽ പല പല പത്തികളുമായിട്ട് ഇങ്ങനെ ആ യുദ്ധകളത്തിൽ ഉയർന്നിങ്ങനെ നിൽക്കുമായിരുന്നു. അതിനോടൊപ്പം തന്നെ അസംഖ്യം നാഗങ്ങളും വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഐരവന് ചുറ്റും നിൽക്കുകയാണ്. അവരെല്ലാവരും അലംബുഷനെ ആക്രമിക്കാനായിട്ട് മുന്നോട്ട് വരികയാണ്, വിഷമൊക്കെ തുപ്പിക്കൊണ്ട്. അവസാനം അലംബുഷൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഗരുഡൻ്റെ രൂപം എടുക്കുകയാണ്. ഗരുഡൻ്റെ രൂപം എടുത്തിട്ട് എല്ലാവരെയും മെഴുകാൻ തുടങ്ങി എന്നുള്ളത്. അന്നേരം അലംബുഷൻ്റെ ശക്തിയാൽ ഐരവൻ ഏകദേശം തോൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അന്നേരം വീണ്ടും ഐരവൻ മനുഷ്യരൂപം എടുക്കുകയാണ്. അലംബുഷൻ ഉടൻ തന്നെ ഓടിച്ചെന്ന് വാള് വീശാൻ തുടങ്ങി. എന്നിട്ട് ആ വാള് വീശി ഐരവൻ്റെ തല ഇറക്കുകയാണ്. അങ്ങനെ അതിസുന്ദരമായിട്ടുള്ള ഐരവൻ്റെ തല, എല്ലാ കിരീടവും ആഭരണങ്ങളും ഉള്ള ആ ഒരു തല ഭൂമിയിൽ വന്ന് വീഴുകയാണ്. ഇത് കണ്ടിട്ട് ദുര്യോധനും കൂട്ടരും എല്ലാം വളരെ ആഹ്ലാദിക്കുകയാണ്. അവർക്ക് കൂടുതൽ സന്തോഷമായി. അവർ വീണ്ടും ശക്തമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇത് കണ്ടിട്ട് പാണ്ഡവർക്ക് ഒരുപാട് വിഷമമായി. ഇതേ സമയത്ത് അർജുനൻ സംശപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്യുമായിരുന്നു. മകൻ മരിച്ച കാര്യം അർജുൻ അറിഞ്ഞില്ല. പക്ഷെ ഘടോത്കചൻ അറിഞ്ഞു ഐരവൻ്റെ വധത്തെക്കുറിച്ച്. ഇത് കാരണം ദേഷ്യപ്പെട്ട് ഗർജിച്ചുകൊണ്ട്, ആ ഗർജന കേട്ടിട്ട് ഭൂമിയും ആകാശവും എല്ലാം കുലുങ്ങാൻ തുടങ്ങി. അതിവേഗതയിൽ ഈ അലർച്ച കേട്ട് കൗരവ സൈന്യം മൊത്തം ഭയപ്പെട്ടു എന്നുള്ളതാണ്. അവർക്കെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. അവരേത് ദിശയിൽ നിന്നാണ് ഈ ഭീകര ശബ്ദം വരുന്നതെന്ന് ചിന്തിക്കുകയായിരുന്നു. അവരെല്ലാവരും ഓടാൻ തുടങ്ങി. അന്നേരം ഘടോത്കചൻ ആ സമയത്ത് ശൂലം പിടിച്ചുകൊണ്ട് കൗരവ സൈനികർക്കെതിരെ ഓടുകയാണ്. ഘടോത്കചനോടൊപ്പം തന്നെ ഒരു കൂട്ടം രാക്ഷസന്മാരും അവരെല്ലാം വളരെ ഭീകര രൂപം എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയാണ്. കാറ്റത്ത് പൊടികളെല്ലാം പറക്കുന്നത് പോലെ എല്ലാ യോദ്ധാക്കളെയും തൂക്കി എറിയുകയായിരുന്നു രാക്ഷസന്മാർ. ദുര്യോധന് മനസ്സിലായി രാക്ഷസന്മാരെ കണ്ടിട്ട് കൗരവർ ഓടുകയാണെന്ന്. എന്നിട്ട് ഉടൻ തന്നെ ദുര്യോധൻ പറഞ്ഞു, നേരിടും ഇവരുമായിട്ട്. നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ഭയം കൊണ്ട് ഓടുന്നത്? നമ്മൾ യുദ്ധം ചെയ്യേണ്ടവരല്ലേ എന്നൊക്കെ പറഞ്ഞു അവരെയൊക്കെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് സ്വയം ദുര്യോധൻ തന്നെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങിയാണ് രാക്ഷസന്മാർക്കെതിരെ. എന്നിട്ട് ദുര്യോധൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു കൂട്ടം ആനപ്പുറത്തിരിക്കുന്ന യോദ്ധാക്കളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് രാക്ഷസന്മാർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഘടോത്കചൻ വളരെ ഭീകരമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അലറിക്കൊണ്ട് ഘടോത്കചനോടൊപ്പം തന്നെ കൂട്ടത്തിലുള്ള രാക്ഷസന്മാരും അതിനോടുള്ള ഭൂതപ്രേത പിശാചുക്കളുടെ രൂപം എടുത്ത് വലിയ വലിയ രാക്ഷസന്മാർ ആനകളെയൊക്കെ പിടിച്ച് തൂക്കി എറിയുകയായിരുന്നു. അവരുടെ കയ്യിരിക്കുന്ന അമ്പും വില്ലും കൊണ്ടും കുന്തം കൊണ്ടും വാളുകൾ കൊണ്ടും മഴുകൾ കൊണ്ടും എല്ലാം കുത്തിക്കീറുകയായിരുന്നു. എല്ലാവരെയും വെട്ടി നുറുക്കുകയായിരുന്നു.
അതിന് കൂടാതെ വലിയ വലിയ മരങ്ങളൊക്കെ ആനകളെ ആനകളെ അടിച്ചു കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ വലിയൊരു ആന യോദ്ധാക്കളുടെ ഒരു കൂട്ടത്തെ മുഴുവൻ രാക്ഷസന്മാർ, ഘടോത്കചൻ്റെ നേതൃത്വത്തിലുള്ള രാക്ഷസ സൈന്യം പൂർണ്ണമായിട്ടും നശിപ്പിച്ചു എന്നുള്ളതാണ്. ദുര്യോധന് വളരെ ദേഷ്യമായി ദുര്യോധൻ ഒന്നും ചിന്തിക്കാതെ, സ്വന്തം ജീവനെ പോലും കുറിച്ചും ചിന്തിക്കാതെ നേരെ ഘടോത്കചൻ്റെയും യോദ്ധാക്കളുടെ എതിരെ വന്നു എന്നുള്ളതാണ്. അസംഖ്യം അസ്ത്രങ്ങൾ രാക്ഷസ സൈന്യത്തിനെതിരെ അയക്കുകയാണ്. ദുര്യോധനൻ ഒറ്റയ്ക്ക് തന്നെ ഒരു കൂട്ടം രാക്ഷസന്മാരെ കൊന്നു എന്നുള്ളതാണ്. അവരെല്ലാം അലറിക്കൊണ്ട് ഭൂമിയിൽ വീഴുകയാണ്. അസാമാന്യ ശക്തി ദുര്യോധനൻ കാണിച്ചു എന്നുള്ളതാണ്. നല്ല മിന്നൽ വേഗതയിൽ അസ്ത്രങ്ങളെല്ലാം തുളച്ച് കയറുകയായിരുന്നു ഓരോ രാക്ഷസന്മാരുടെ ഉള്ളിലേക്ക്. ഇനി ഘടോത്കചൻ നേരിട്ട് ദുര്യോധനെ ആക്രമിക്കാൻ തുടങ്ങി. ഘടോത്കചൻ യമനെ പോലെ വന്ന് ദുര്യോധനെ ആക്രമിക്കുമായിരുന്നുവെങ്കിലും ദുര്യോധന ഒട്ടും ഭയം കാണിച്ചില്ല. എന്നിട്ട് ഘടോത്കചൻ പറഞ്ഞു, നീച, ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ള എല്ലാ കടപ്പാടും ഇന്ന് നിറവേറ്റാൻ പോവുകയാണ്, കടപ്പാടും തീർക്കാൻ പോവുകയാണ്. നീ എൻ്റെ പിതൃതുല്യരായിട്ടുള്ള പാണ്ഡവരിൽ നിന്നും എല്ലാം ചതിവിലൂടെ തട്ടിയെടുത്തു. അവരുടെ പതിവ്രതയായിട്ടുള്ള ഭാര്യ, എൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ദ്രൗപദി ദേവിയെ അപമാനിച്ചു. ഇതിനെല്ലാം നീ ഇന്ന് അതിൻ്റെ മറുപടി തരേണ്ടതാണ്. നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് നേരെ യുദ്ധം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഘടോത്കചൻ അസംഖ്യ അസ്ത്രങ്ങൾ ദുര്യോധനെതിരെ അയക്കുകയാണ്. അങ്ങനെ മഴക്കാലത്ത് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ മഴ തുള്ളികൾ ശക്തമായിട്ട് വീഴുമ്പോൾ എങ്ങനെയായിരിക്കും, അതേപോലെ ഈ അസ്ത്രങ്ങളെല്ലാം കൂടെ ദുര്യോധനെ മൂടി എന്നുള്ളതാണ്. പക്ഷെ ഒട്ടും അനങ്ങാതെ അതെല്ലാം സ്വീകരിച്ചു എന്നുള്ള ആ അസ്ത്രങ്ങളെല്ലാം. എന്നിട്ട് തിരിച്ച് 25 അസ്ത്രങ്ങളാണ് ഘടോത്കചനെതിരെ അയച്ചത്. ആ അസ്ത്രങ്ങൾ കൊണ്ട് ഘടോത്കചൻ്റെ ശരീരമെല്ലാം കുത്തി തുളച്ച് അസ്ത്രങ്ങളെല്ലാം ഭൂമിയിലേക്ക് വീഴുകയാണ്. അവസാനം ഘടോത്കചൻ ദുര്യോധനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. കാരണം പിന്നെ ഘടോത്കചൻ ആ സമയത്ത് ഭീമൻ എടുത്ത പ്രതിജ്ഞയെ മറന്നുപോയി. ഭീമൻ കൊല്ലൂ എന്നുള്ള ആ പ്രതിജ്ഞ. അതുകൊണ്ട് വലിയൊരു ഗദയെടുത്ത്, വലിയ പാറകളെ പോലും പൊട്ടിക്കാൻ പറ്റുന്ന ആ ഗദയെടുത്തിട്ട് ദുര്യോധനെ കൊല്ലാൻ തീരുമാനിച്ചു. അന്നേരം ദുര്യോധന ആപത്തിലാണെന്ന് കണ്ടിട്ട് ആനക്കൂട്ടത്തിലെ ഒരു ആനപ്പടയാളികളുടെ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബങ്കൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ആനയെടുത്ത് മുന്നോട്ട് വരാൻ പറഞ്ഞു. ആ ആന ദുര്യോധൻ്റെയും ഘടോത്കചൻ്റെ ഇടയ്ക്ക് വന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഘടോത്കചൻ ആ ഗദയെടുത്ത് അടിക്കുമായിരുന്നു. പക്ഷേ അന്നേരം ദുര്യോധനെതിരെ വന്ന അടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ആന വരികയാണ്, ആനയും ബങ്കനും. ആ അടി ഏറ്റിട്ട് ആന ചതഞ്ഞു പോവുകയാണ്. ആ ആനയ്ക്ക് ആ അടി കിട്ടുന്നതിന് മുമ്പേ ബങ്കൻ അതിൽ നിന്നും ചാടി രക്ഷപ്പെടുകയാണ്. ദുര്യോധന് ഒരു സമാധാനം കിട്ടി. എന്നിട്ട് ദുര്യോധൻ അതേ സമയത്ത് വിഷമിച്ചിരിക്കുകയാണ്. കാരണം ദുര്യോധൻ്റെ യോദ്ധാക്കളെല്ലാം മരിച്ചു വീഴുകയാണ്. സാക്ഷാൽ അനങ്ങാപ്പാറയെ പോലെ, അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടൊരു വലിയൊരു ഭീഷണിയായിട്ട് ഭീമൻ്റെ മകൻ മുന്നിൽ നിൽക്കുന്നതായിട്ട് ദുര്യോധന് തോന്നി. ഇനി എങ്ങനെയാണ് ഇവനെ കീഴ്പ്പെടുത്തുക എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് നമ്മൾ യുദ്ധത്തിൽ നിന്ന് ഓടാൻ പാടില്ല. അത് ഓർത്തുകൊണ്ട് ദുര്യോധൻ ഭയപ്പെടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് കുറച്ച് അസ്ത്രങ്ങൾ വീണ്ടും ഘടോത്കചന് എതിരെ എറിയുകയാണ്. പക്ഷേ ഘടോത്കചൻ അതൊക്കെ ഒഴിഞ്ഞു മാറി. എന്നിട്ട് വീണ്ടും ഗർജിച്ച് വീണ്ടും യുദ്ധം ചെയ്യുകയാണ്.
അന്നേരം ആ അലർച്ച കേട്ടിട്ട് ഭീഷ്മർക്ക് ഭയമായി, ദുര്യോധന ആപത്തിലാണെന്നും. ഉടൻ തന്നെ ദ്രോണാചാര്യരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഘടോത്കചൻ്റെ അലർച്ച കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അവൻ ദുര്യോധനെ കീഴ്പ്പെടുത്താറായെന്ന്. ആ ഭീമൻ്റെ മകനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല, അങ്ങേക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഘടോത്കചനിൽ നിന്നും ദുര്യോധനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ദ്രോണാചാര്യർ ഘടോത്കചൻ്റെ അലർച്ച കേൾക്കുന്ന ആ ദിശയിലേക്ക് പോയി. ഒപ്പം തന്നെ അശ്വത്ഥാമാവ്, കൃപാചാര്യൻ, ബാഹ്ലികൻ, സോമദത്തൻ, ശല്യൻ, പുരുശ്രവൻ ഇവരെല്ലാവരും ഒത്തുകൂടി. അവരെല്ലാം ദുര്യോധൻ്റെ അടുത്തെത്തി. ദ്രോണാചാര്യർ നോക്കുമ്പോൾ ദുര്യോധന ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ കണ്ടു. ഉടൻ തന്നെ ദ്രോണാചാര്യർ ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു ഘടോത്കചനെതിരെ. അതേസമയത്ത് ബാക്കിയുള്ള കൗരവർ രാക്ഷസ സൈന്യത്തെ ഒന്നൊന്നായിട്ട് തീർക്കാൻ തുടങ്ങി, വലിയ അസ്ത്രങ്ങളും കുന്തങ്ങളും എല്ലാം എറിഞ്ഞുകൊണ്ട്. ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ കൗരവ സൈന്യം രാക്ഷസ സൈന്യത്തിനെതിരെ എറിയുകയാണെന്നുള്ളത്. ഇതെല്ലാം കണ്ടിട്ട് ഘടോത്കചൻ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ഘടോത്കചനും അസ്ത്രങ്ങൾ തിരിച്ച് എറിയാൻ തുടങ്ങിയാണ്. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ കൊണ്ട് ദ്രോണാചാര്യരുടെ വില്ല് തകർക്കുകയാണ്. അതുകൂടാതെ വേറെ കുറേ അസ്ത്രങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട കൗരവ യോദ്ധാക്കളെയും അവരുടെ കൊടിയടയാളങ്ങളെയും തകർക്കുകയാണ്. അന്നേരം അതിവേഗതയിലായിരുന്നു ഘടോത്കചൻ്റെ യുദ്ധം. അതായത് കൗരവ സൈന്യത്തിലുള്ള ആർക്കും അവരുടെ അസ്ത്രങ്ങൾ എടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുമ്പേ ഘടോത്കചൻ്റെ അസ്ത്രങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ അസ്ത്രങ്ങളെല്ലാം കൊണ്ട് കൗരവരാകെ ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. അവരെല്ലാവരും മുറിവേറ്റ് ഏകദേശം ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥയിലായി രഥത്തിൽ. അവസാനം കൗരവ സൈന്യവരെല്ലാവരും ബുദ്ധിമുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഘടോത്കചൻ വീണ്ടും ദുര്യോധനെ ആക്രമിക്കാൻ തുടങ്ങി. കയ്യിൽ വലിയ വാളും പിടിച്ചുകൊണ്ട് നേരെ ദുര്യോധനെതിരെ തിരിയാണ്. ഉടൻ തന്നെ കൗരവർ പേടിച്ചു. എല്ലാവരും ഘടോത്കചനെ തടയാനായിട്ട് മുന്നിൽ വന്നിരുന്നു. ഉടൻ തന്നെ ഗരുഡനെ പോലെ ഘടോത്കചൻ ആകാശത്ത് പറക്കാൻ തുടങ്ങി. എന്നിട്ട് വളരെ ശക്തമായിട്ട് അലറാൻ തുടങ്ങി. അന്നേരം ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, അത് ഘടോത്കചൻ്റെ അലർച്ചയാണല്ലോ, എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഘടോത്കചനെ ആക്രമിക്കുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭീമ നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അന്നേരം ഘടോത്കചനെ ഇത്രയും വലിയ ആപത്തായിട്ട് ഇരിക്കുകയാണ്. ഇനി എൻ്റെ കൂടെ ഭീമനും കൂടെ ചേർന്ന് എങ്ങനെ ഇരിക്കും? ഭീമൻ വളരെ സന്തോഷമായി. ഉടൻ തന്നെ ഘടോത്കചൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടം പാണ്ഡവ യോദ്ധാക്കളും ഉണ്ടായിരുന്നു. ഭീമൻ്റെ അലർച്ചയും കൂടെ കേട്ടപ്പോൾ കൗരവർക്കുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പ്രതീക്ഷ അതും കൂടെ തീർന്നു. അവരെല്ലാം ഭയത്താൽ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലാണ്. ഭീമനും കൂടെ ഓടി വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഓടാൻ തുടങ്ങി. പക്ഷെ പ്രധാനപ്പെട്ട കൗരവ യോദ്ധാക്കൾ അവിടെ തന്നെ ഇന്നു. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ള യുദ്ധം ഘടോത്കചനും ഭീമനും ബാക്കിയുള്ള പാണ്ഡവ കൂട്ടരും കൗരവരുമായിട്ട് നടന്നു. എന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന യോദ്ധാക്കളെല്ലാം ദുര്യോധനൻ തിരിച്ചു പിടിച്ചു. എന്നിട്ട് വീണ്ടും വളരെ ഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. പക്ഷെ അവർ ഓടിയിരുന്നവരെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഉപയോഗം ഉണ്ടായില്ല. അവരുടെ ജീവനും കൂടെ പോയെന്നുള്ളതാണ്. അവസാനം ഭൂമി കുന്നുകൂടി എന്നുള്ളതാണ് ശവങ്ങൾ കൊണ്ട് അവരുടെ ആയുധങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളും പിന്നെ അവരുടെ കവചം പൊട്ടിച്ചെതറുന്നതിൻ്റെ ശബ്ദം, എല്ലാവരുടെയും ചെവിക്കല്ല് പൊട്ടിക്കുന്ന ആ ശബ്ദമായിരുന്നു. അവസാനം ചുമന്ന പൊടിപടലങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ പറക്കുകയായിരുന്നു. കാരണം ഇവരുടെയൊക്കെ രക്തം വീണ് മണ്ണെല്ലാം ചുമന്നു എന്നുള്ള. എന്നിട്ട് അതിങ്ങനെ പറക്കുമായിരുന്നു. ആ ചുവന്ന പൊടിയായിരുന്നു പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹോളി കളിക്കുന്ന പോലെ തോന്നുമായിരുന്നു എല്ലാവർക്കും. അന്നേരം വളരെ ശക്തമായിട്ടുള്ള ഈ ചുവന്ന പൊടികൾ പറക്കുകയായിരുന്നു. ആർക്കും ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ
ആരെയാണ് കൊല്ലുന്നതെന്ന് പോലും അറിയത്തില്ല. ചിലവർ ഒരേ കൂട്ടത്തിലുള്ളവർ അവരെ തന്നെ കൊന്നു എന്നുള്ള, പാണ്ഡവരെയും കൗരവരെ തന്നെയും അവർ കണ്ണും പിന്നും ഒന്നും നോക്കാതെ, മുന്നും പിന്നും ഒന്നും നോക്കാതെ, ആരെ കൊല്ലുന്ന ഒന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ബന്ധുവാരാ ശത്രുവാരാ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഇവരുടെ പൊടി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ യുദ്ധം കാരണം. ഇവരുടെ രക്തം കൊണ്ട് അതായത് പൊടി ഇങ്ങനെ പറക്കുമ്പോൾ, നമ്മൾ ഈ വെള്ളം തളിക്കുമ്പോൾ പൊടി അങ്ങ് താഴുമല്ലോ, അതേപോലെ രക്തത്തിൻ്റെ പൊടി ഇങ്ങനെ പറക്കുന്നത്, താഴുന്നത് ഇവരുടെ രക്തം വീണപ്പോഴായിരുന്നു. ഹരേ കൃഷ്ണ. അന്നേരം എന്തുമാത്രം യുദ്ധമായിരിക്കും എൻ്റെ നാരായണ. അന്നേരം ഇവരുടെ രക്തം വീണ അതുകൊണ്ട് ചുമന്ന ആ പൊടികൾ ഇങ്ങനെ പറക്കുമായിരുന്നു ഇവരുടെ ഈ കോലാഹലം കൊണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയും ഇടിയും എറിയും ഒക്കെ കാരണം പൊടി പടർന്നു, ആർക്കും ഒന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവരുടെ രക്തം ചെതറി ഭൂമിയിൽ വീണപ്പോൾ ഭൂമി നനഞ്ഞു. അങ്ങനെ പൊടി പറക്കുന്നത് നിന്നു എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അപ്പോഴേക്കും എല്ലാവർക്കും ആരെയാണ് വെട്ടിയത്, ആരെയാണ് കുത്തിയത്, ആരെയാണ് കൊന്നത് എല്ലാം മനസ്സിലായി. ഭീമനും ഘടോത്കചനും വലിയ കൊടുങ്കാറ്റ് പോലെ ചുറ്റും കറങ്ങി കറങ്ങി ആയിരക്കണക്കിന് കൗരവ യോദ്ധാക്കളെയും കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദുര്യോധൻ നോക്കി നിൽക്കെ ദുര്യോധൻ്റെ സൈനികരെല്ലാം തീരുന്നതായിട്ട് ദുര്യോധൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ദുര്യോധൻ പ്രാഗ്ജ്യോതിഷപുരത്തിലെ രാജാവായ ഭാഗതത്തിനെ വിളിച്ചു. എന്നിട്ട് ഭാഗതത്തിനോട് ഭീമനെയും ഘടോത്കചനെ ആക്രമിക്കാൻ പറഞ്ഞു. ഇവിടെയാണ് അടുത്തൊരു കളി കേട്ടോ. കാരണം ഈ ഭാഗതത്തിൻ്റെ കയ്യിൽ ഒരു ആനയുണ്ട്. അതൊരു 1.5 ആനയാണ്. 1.5 അല്ല, 1.5 ലക്ഷം ആനയാണ്. അത് ഭയങ്കര രസമാണ് കേട്ടോ. അന്നേരം ഭാഗതത്തിൻ്റെ കയ്യിലുള്ള ഐരാവതത്തിന് തത്തുല്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ആനയെ കൊണ്ടുവന്നു. അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടം ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളുണ്ടായിരുന്നു. അവരെല്ലാവരും ഭീമനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അവരെല്ലാവരും ഭീമനെ വെല്ലുവിളിച്ചു. അന്നേരം ഇത് കണ്ട ഉടനെ ഒരു കൂട്ടം പാണ്ഡവരും ഭീമനെ സഹായിക്കാനായിട്ട് അവിടെ എത്തി. അവരെല്ലാവരും കൂടെ അവരുടെ പണി തുടങ്ങി എന്നുള്ളതാണ്. ഒന്നിൻ്റെ പുറകെ ആനകളെ കൊന്നു തീർക്കാൻ തുടങ്ങി. അസംഖ്യം അസ്ത്രങ്ങളാൽ ആനകളെല്ലാം ചത്തു വീഴാൻ തുടങ്ങി എന്നുള്ളതാണ്. അവരെല്ലാം അലറിക്കൊണ്ട് ഓടാൻ തുടങ്ങി. അവർ പാണ്ഡവ സൈന്യത്തിനെതിരെയും ചില ആനകൾ തിരിച്ചു എന്നുള്ളതാണ്. അന്നേരം അവരുടെ വരുന്ന വരവിൽ തന്നെ എത്രയോ രഥങ്ങൾ ആനകൾ ചവിട്ടി ചതച്ചു എന്നുള്ളതാണ്. അതായത് ഒരു രഥത്തിനെതിരെ ആന വരുമ്പോൾ അതിൻ്റെ കുതിരകളെ, രഥം ഓടിക്കുന്ന ആളെ, യുദ്ധം ചെയ്യുന്ന ആളെ എല്ലാം ചവിട്ടി ചതച്ചുകൊണ്ടാണ് ആന പോകുന്നത്. അന്നേരം അത്രയ്ക്ക് ശക്തരായിരുന്നു ഭാഗതത്തിൻ്റെ ആനക്കൂട്ടങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആനയുണ്ട്. ആന ഇപ്പോഴെല്ലാം മരിക്കുന്നത് അതൊരു വല്ലാത്തൊരു ആനയാട്ടോ. പാണ്ഡവരെ ഇട്ട് എല്ലാം വരപ്പിച്ച ഒരു ആനയുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആനകളും അതേപോലെ ശക്തരായിരുന്നു. അതായത് അസ്ത്രങ്ങൾ കൊണ്ടിട്ടും അത് നേരെ ഇങ്ങനെ JCB വരുന്ന പോലെ അങ്ങ് വരും എന്നുള്ളതാണ്. അന്നേരം ഉടൻ തന്നെ ദശാർഹ രാജ്യത്തിലെ ശത്രുദേവൻ ഒരു ആനപ്പുറത്തിരുന്ന് ഭാഗതത്തിനെ തീർക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ 2 ആനകളും കൂടെ കൂട്ടിമുട്ടുകയാണ്, ഭാഗതത്തിൻ്റെ ആനയും ദശാർഹൻ്റെ ആനയും. പക്ഷേ ഭാഗതത്തിൻ്റെ ആന ഒട്ടും അനങ്ങുന്നില്ലെന്നുള്ളതാണ്. അന്നേരം ശത്രുദേവൻ്റെ ആനയാണെങ്കിൽ പുറമോട്ട് പോവുകയായിരുന്നു. അതേ സമയത്ത് തന്നെ ഭാഗതത്തൻ 14 കുന്തങ്ങളാണ് ആ എതിർ ആനയ്ക്കെതിരെ എറിഞ്ഞെന്നുള്ളതാണ്. അന്നേരം അത് ആ ആനയുടെ കവചത്തെയൊക്കെ കുത്തിത്തുളച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ കുത്തി കയറി എന്നുള്ളതാണ്. എന്നിട്ട് ആ വേദന കൊണ്ട് പെടഞ്ഞുകൊണ്ട് ദശാർഹൻ്റെ ആന തിരിഞ്ഞു ഒറ്റ ഓട്ടം. എന്നിട്ട് ആ ദേശത്തിന് ആ ആന പാണ്ഡവ സൈന്യത്തെ തന്നെ ചവിട്ടി ചതച്ചു എന്നുള്ള.
ഇത് കണ്ടിട്ട് ഭാഗവതത്തിന് വലിയ സന്തോഷമായി. ഭാഗവതൻ ഭയങ്കര അഭിമാനത്തോടുകൂടി സ്വന്തം ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ആന മിണ്ടാതിരിക്കുന്നില്ല. ആന വീണ്ടും ഓരോന്നും തകർത്ത് തരിപ്പണമാക്കാൻ തുടങ്ങുകയാണ്. എത്രയോ യോദ്ധാക്കളെ ഇത് ചവിട്ടി ചതയ്ക്കുമെന്ന് പറഞ്ഞാൽ ചവിട്ടി ചതയ്ക്കുക തന്നെയാണ്. പാണ്ഡവരെല്ലാം എല്ലാ ദിശകളിലേക്ക് ഓടാൻ തുടങ്ങി എന്നുള്ളതാണ്. ഉടൻ തന്നെ ഘടോത്കചൻ ഭാഗവതത്തിനെ വെല്ലുവിളിക്കുകയാണ്. വളരെ ഭീകരമായിട്ടുള്ള ഒരു രൂപം എടുത്ത് ഒരു തൃശൂലം പിടിച്ചുകൊണ്ട് ആ ആനയ്ക്കെതിരെ തിരികുകയാണ് ഘടോത്കചൻ. എന്നിട്ട് അത് എടുത്ത് എറിഞ്ഞു ആനയ്ക്കെതിരെ. ഉടൻ തന്നെ ഭാഗവതൻ ഒരു ചന്ദ്രകല ആകൃതിയിലുള്ള ഒരു അസ്ത്രം കൊണ്ട് ആ കുന്തത്തെ തുണ്ടമാക്കുകയാണ്. ഇതിനുശേഷം ഭാഗവതൻ ഒരു കുന്തം എടുത്ത് ഘടോത്കചനെതിരെ എറിയുകയാണ്. ഘടോത്കചൻ ചാടി ആ കുന്തത്തെ പിടിച്ചിട്ട് അതിനെ 2 തുണ്ടമാക്കണം. തുടവെച്ച് അതിനെ അടിച്ചു പൊട്ടിക്കുക എന്നുള്ളത്. ഇതിൽ ക്രുദ്ധനായ ഭാഗവതൻ പാണ്ഡവ യോദ്ധാക്കൾക്കെതിരെ ചാടി മുന്നോട്ട് ഈ ആനക്കൂട്ടമായിട്ട് വരികയാണ്. അന്നേരം ഈ ഭാഗവതത്തിൻ്റെ ആന മാത്രമല്ല, ഒരു കൂട്ടം ആനകൾ പുറയിലുണ്ട്. അങ്ങനെ വലിയൊരു ഭീകര യുദ്ധമായി. ഘടോത്കചൻ ഭാഗവതത്തിനെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തി. ആ സമയത്ത് ഭീമനും ബാക്കിയുള്ള യോദ്ധാക്കളും കൗരവ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ദക്ഷിണ ദിശയിൽ അർജുൻ സംശപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുശർമ്മൻ്റെ നേതൃത്വത്തിലുള്ള. കാരണം അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും അർജുനെ പിടിച്ചു നിർത്തുമെന്നായിരുന്നു. അവർ പിന്മാറാതെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇനി കുറച്ചും കൂടെ ഉണ്ട്. അത് നമുക്ക് 7-ാം ദിവസം നടക്കുന്ന യുദ്ധം വളരെ ഭീകരമായിട്ടുള്ള യുദ്ധമാണ്. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. അന്നേരം നമ്മൾ 5, 6, 7 ദിവസം നടന്ന കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാം. ഇനി അർജുൻ ഇനി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാം. എട്ടാമത്തെ ദിവസത്തിൻ്റെ യുദ്ധമാണിപ്പം ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 8-ാമത്തെ ദിവസമാണ് ഇപ്പം ചർച്ച. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിലിനി കുറേയും കൂടെ ഉണ്ട്. അന്നേരം 5, 6, 7 ദിവസം നടന്ന യുദ്ധത്തെക്കുറിച്ചാണ്. അന്നേരം ഇപ്പോൾ ഈ അർജുനും സംശപ്തകന്മാരും സുശർമ്മനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ കമൻസിലിടുക. വാട്സപ്പ് ഗ്രൂപ്പിലും കമൻസിലിടുക. അതിലൂടെ നമുക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാവുന്നുണ്ടോ എന്ന്. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.